ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പ്രഖ്യാപിക്കും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA കേരളത്തിൽ സീറ്റുകൾ നേടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പത്തനംതിട്ടയിൽ NDA തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ വാഹന നയം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. പൌരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച് അമേരിക്ക നടത്തിയ അഭിപ്രായ പ്രകടനം അനവസരത്തിലുള്ളതും അനാവശ്യവുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ സാമൂഹ്യ ക്ഷേമ പെൻഷൻ 2 ഗഡു കൂടി വിഷുവിന് മുമ്പ് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പ്രഖ്യാപിക്കും. ഡൽഹി വിജ്ഞാൻ ഭവനിൽ നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രഖ്യാപനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ചില സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ സമയക്രമവും നാളെ കമ്മീഷൻ പ്രഖ്യാപിക്കും. നിലവിലെ ലോക്സഭയുടെ കാലാവധി ജൂൺ 16-നാണ് അവസാനിക്കുന്നത്. 2019 സമാനമായി ഏപ്രിൽ മെയ് മാസങ്ങളിൽ പല ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും ചുമതലയേറ്റു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഇരുവരെയും സ്വാഗതം ചെയ്തു. രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങുന്ന സവിശേഷ ഘട്ടത്തിലാണ് ഇരുവരും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമാകുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ സമിതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി ഗ്യാനേഷ് കുമാറിനെയും സുഖ്ബീർ സിംഗ് സന്ധുവിനെയും നിയമിച്ചത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ സീറ്റുകൾ നേടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പത്തനംതിട്ടയിൽ NDAയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്താകെ 400-ലധികം സീറ്റുകൾ NDA നേടും. കേരളത്തിലെ ജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും കേരളം ഭരിക്കുന്ന LDFനെയും പ്രതിപക്ഷമായ UDFനെയും വിമർശിച്ച് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. അഴിമതിയും കഴിവുകേടും നിറഞ്ഞ സർക്കാരുകളാണ് സംസ്ഥാനത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ട, മാവേലിക്കര, ആലപ്പുഴ, കോട്ടയം ലോക്സഭാ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളുടെ പ്രചാരണം കേന്ദ്രീകരിച്ച് നടന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ, BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ തുടങ്ങിയവർ ഉൾപ്പെടെ 1,00,000-ലധികം പാർട്ടി പ്രവർത്തകർ പങ്കെടുത്തു. പൊതുയോഗത്തിന് ശേഷം പ്രധാനമന്ത്രി തെലങ്കാനയിലേക്ക് പോയി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കന്യാകുമാരിയിലെ അഗസ്തീശ്വരത്ത് നടന്ന NDA പ്രചാരണ യോഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. രാജ്യം ഭരിക്കുന്ന BJPക്കുള്ള പിന്തുണയുടെ അലയൊലികൾ തമിഴ്നാട്ടിൽ നിന്ന് ആരംഭിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാഷ്ട്ര വികസനത്തിലാണ് ജനങ്ങൾ വിശ്വസിക്കുന്നതെന്നും എന്നാൽ പ്രതിപക്ഷം വിഭജന രാഷ്ട്രീയത്തിലും അഴിമതിയിലുമാണ് ജീവിക്കുന്നതെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. ഭൂട്ടാനുമായുള്ള ബഹുമുഖ പങ്കാളിത്തം ഇന്ത്യയ്ക്ക് വിലപ്പെട്ടതാണെന്നും ഭൂട്ടാന്റെ താൽപര്യങ്ങൾ കൂടി പരിഗണിച്ച് അത് മുന്നോട്ടു പോകുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഊർജ്ജം, സഹകരണം, വ്യാപാരം, നിക്ഷേപം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ പങ്കാളിത്തം തുടരുന്നുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാഷോ ഷെറിംഗ് തോബ്ഗെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇലക്ട്രിക് വാഹനങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വാഹന നയം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഇലക്ട്രിക് വാഹന മേഖലയിൽ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് നയം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് പ്രവേശനം അനുവദിക്കുന്നതിനാണ് നയം. ക്രൂഡ് ഓയിൽ ഇറക്കുമതി, വ്യാപാര കമ്മി, അന്തരീക്ഷ മലിനീകരണം എന്നിവ കുറയ്ക്കുകയും അനുബന്ധ ലക്ഷ്യങ്ങളും നയത്തിന്റെ ഭാഗമാണ്. പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് അമേരിക്ക നടത്തിയ അഭിപ്രായ പ്രകടനം അനവസരത്തിലുള്ളതും അനാവശ്യവുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. വിശദാംശങ്ങളിലേക്ക്. CAA ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെന്നും രാജ്യം ഉൾക്കൊള്ളുന്ന പാരമ്പര്യങ്ങളോടും മനുഷ്യാവകാശങ്ങളോടുമുള്ള ദീർഘകാല പ്രതിബദ്ധതയ്ക്ക് അനുസൃതമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യയുടെ ബഹുസ്വര പാരമ്പര്യങ്ങളെക്കുറിച്ചും പ്രദേശത്തിന്റെ വിഭജനാനന്തര ചരിത്രത്തെക്കുറിച്ചും പരിമിതമായ ധാരണയുള്ളവർ പ്രഭാഷണങ്ങൾ നടത്താൻ ശ്രമിക്കരുതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യയുടെ പങ്കാളികളും അഭ്യുദയകാംക്ഷികളും CAAയുടെ ഉദ്ദേശത്തെ സ്വാഗതം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. CAA ചട്ടങ്ങൾ സംബന്ധിച്ച വിജ്ഞാപനം ആശങ്കയുയർത്തുന്നതാണെന്നും അത് ഇന്ത്യ ഏത് തരത്തിലാവും നടപ്പാക്കുക എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്നുമുള്ള അമേരിക്കയുടെ അഭിപ്രായത്തോടാണ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത്.
2014 ഡിസംബർ 31 അതിനു മുൻപോ ഇന്ത്യയിൽ പ്രവേശിച്ച അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്നതാണ് നിയമം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ രാജ്യം കൂടുതൽ വളർച്ച കൈവരിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വിവിധ മേഖലകളിൽ നടക്കുന്ന സമഗ്ര പരിഷ്കാരങ്ങളുടെ നടത്തിപ്പിന് കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങൾ തമ്മിൽ കൂടുതൽ ഏകോപനം ആവശ്യമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിലെ താനെ ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ പൊതുറാലിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം പ്രചരിപ്പിക്കുന്നതിനുള്ള നാഷണൽ ടൈം പ്രോട്ടോകോൾ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ മുംബൈയിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഏകീകൃതവും കൃത്യവുമായ സമയവിവരങ്ങൾ ലഭിക്കാൻ ഇത് സഹായിക്കും. ഫരീദാബാദിലെയും അഹമ്മദാബാദിലെയും റീജിയണൽ റഫറൻസ് സ്റ്റാൻഡേർഡ് ലബോറട്ടറിയിൽ ടൈമിംഗ് ഇൻഫ്രാസ്ട്രക്ചറും ശ്രീ ഗോയൽ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ 2 ഗഡു കൂടി വിഷുവിനു മുമ്പ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. 3200 രൂപ വീതമാണ് ലഭിക്കുക. നിലവിൽ 1 ഗഡു തുക വിതരണം പുരോഗമിക്കുകയാണ്. വിഷു, ഈസ്റ്റർ, റംസാൻ കാലത്ത് 4800 രൂപ വീതമാണ് ഗുണഭോക്താക്കളുടെ കൈകളിലെത്തുക. 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും. അതാതു മാസം പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ധനമന്ത്രി അറിയിച്ചു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കടപ്പത്രത്തിലൂടെ 307 കോടി രൂപ സമാഹരിച്ചു. 10 വർഷ കാലാവധിയുള്ള കടപ്പത്രം BSE ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലൂടെയാണ് 8.89% നിരക്കിൽ സമാഹരിച്ചത്. മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൌൺസിലിന്റെ A++ ഗ്രേഡ്. 4ാം സൈക്കിൾ റീ അക്രഡിറ്റേഷനിൽ 3.61 ഗ്രേഡ് പോയിന്റ് നേടിയാണ് MG സർവകലാശാല രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മികവിന്റെ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയത്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നാളെ കോടതിയിൽ ഹാജരാകണമെന്ന നിർദ്ദേശം. ഡൽഹി മജിസ്ട്രേറ്റ് കോടതിയിലാണ് നാളെ ഹാജരാകേണ്ടത്. സമൻസ് സ്റ്റേ ചെയ്യണമെന്ന ഹർജി ഡൽഹി സെഷൻസ് കോടതി തള്ളി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിലെ നൌസേന ഭവൻ ഉദ്ഘാടനം ചെയ്തു. ഡൽഹി കണ്ടോൺമെന്റ് ഏരിയയിലാണ് പുതുതായി നിർമ്മിച്ച നൌസേന ഭവൻ സ്ഥിതി ചെയ്യുന്നത്. പ്രസാർ ഭാരതിയുടെ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നതിനുള്ള സമിതി യോഗത്തിന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ അധ്യക്ഷത വഹിച്ചു. ഉപരാഷ്ട്രപതി നിവാസിൽ നടന്ന യോഗത്തിൽ പ്രസ് കൌൺസിൽ ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം സെക്രട്ടറി സഞ്ജയ് ജാജു എന്നിവർ പങ്കെടുത്തു. റഷ്യയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 3 ദിവസങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. രാജ്യത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഇന്ന് രാവിലെ ആരംഭിച്ച വോട്ടെടുപ്പ് ഞായറാഴ്ച ഇന്ത്യൻ സമയം രാത്രി 11:30 അവസാനിക്കും. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് പ്ലേ ഓഫിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. ടോസ് നേടിയ ബാംഗ്ലൂർ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ജയിക്കുന്ന ടീം ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ സിംഗിൾസ് ക്വാർട്ടറിൽ ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ ഇന്ന് മലേഷ്യൻ താരത്തെ നേരിടും. പ്രീ ക്വാർട്ടറിൽ ലോക 3ാം നമ്പർ താരം ആൻഡേഴ്സ് ആൻഡർസനെ പരാജയപ്പെടുത്തിയായിരുന്നു ലക്ഷ്യ സെന്നിന്റെ ക്വാർട്ടർ പ്രവേശനം. മാനവ വികസന സൂചികയിലെ ഇന്ത്യയുടെ പുരോഗതിയെ അഭിനന്ദിച്ച് ഐക്യരാഷ്ട്രസഭ ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ നിരന്തര ശ്രമങ്ങളെ UNDP ഇന്ത്യൻ പ്രതിനിധി കെയ്റ്റ്ലിൻ വീസൻ പ്രശംസിച്ചു. ഇന്ന് ലോക ഉപഭോക്തൃ അവകാശ ദിനം. ഉപഭോക്താക്കളുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും സ്വയം ബോധവൽക്കരിക്കാനുമായി 1983 ആദ്യമായി ഉപഭോക്തൃ അവകാശ ദിനം ആചരിച്ച് തുടങ്ങിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പ്രഖ്യാപിക്കും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA കേരളത്തിൽ സീറ്റുകൾ നേടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പത്തനംതിട്ടയിൽ NDA തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ വാഹന നയം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. പൌരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച് അമേരിക്ക നടത്തിയ അഭിപ്രായ പ്രകടനം അനവസരത്തിലുള്ളതും അനാവശ്യവുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ സാമൂഹ്യ ക്ഷേമ പെൻഷൻ 2 ഗഡു കൂടി വിഷുവിന് മുമ്പ് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.